പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുവചനം പ്രഘോഷിക്കപ്പെടുന്നിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് നൂറുകണക്കിന് ആൾക്കാർ ഷാലോം ശുശ്രൂഷകളിലൂടെ തിരുവചനം ശുശ്രൂഷകളിലൂടെ പ്രത്യേകിച്ച് അഭിഷേകത്തിലേക്ക് കടന്നു വരുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ തിരുവചനം ശുശ്രൂഷ നമ്മുടെ കുടുംബങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഡെലിവറൻസിൻ്റെയും രോഗശാന്തിയുടെയും കാരണമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം കത്തോലിക്ക സഭയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന്, അന്നേ വരെ വൈദികരുടെയും സന്യസ്തരുടെയും ആധ്യാത്മികതയെക്കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്ന സഭ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം അൽമായരുടെ ആധ്യാത്മികതയെക്കുറിച്ച് പഠിക്കാനും ധ്യാനിക്കാനും പഠിപ്പിക്കുവാനും തുടങ്ങി. ഇന്ന് കേരള കത്തോലിക്ക കരിസ്മാറ്റിക് റിന്യൂവലിൻ്റെ ശക്തമായ വളർച്ചയാൽ ജനത്തിൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത അഭിഷേകമുള്ളവരായി ജീവിക്കാൻ. ഇന്ന് വൈദികരും സിസ്റ്റേഴ്സും മാത്രമല്ല അഭിഷേകമുള്ളവർ, ആത്മായ സഹോദരങ്ങളും അവർ പറയുകയും പഠിപ്പിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളും അഭിഷേകമുള്ളവരാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചോദ്യം, കർത്താവേ, എന്നെ അവിടുന്ന് എന്തിനാണ് അഭിഷേകം ചെയ്തത്? അപ്പം ഈ ലോകത്തിലെ എല്ലാവരെയും കർത്താവ് തൻ്റെ പദ്ധതിക്ക് വേണ്ടി അഭിഷേകം ചെയ്തിട്ടുണ്ട് എന്ന് ഇന്ന് കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് കർത്താവെ എന്നെ എന്തിനാണ് അഭിഷേകം ചെയ്തത്? ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് ധ്യാനിക്കുകയും അനുദിനം കർത്താവിനോട് ചോദിക്കും, കർത്താവെ എന്തിനാണ് എന്നെ അങ്ങ് അഭിഷേകം ചെയ്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ഓരോ ദിവസവും കർത്താവിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്, കർത്താവെ എന്നെ എന്തിനാണ് അങ്ങ് അഭിഷേകം ചെയ്തത്? എന്നെ അഭിഷേകം ചെയ്ത് ഒരു അധ്യാപകനാക്കിയത്, ഒരു അധ്യാപികയാക്കിയത്, എന്നെ എന്തിനാണ് ഒരു അഭിഷേകം ചെയ്ത് ഒരു കുടുംബനാഥനാക്കിയത്, ഒരു കുടുംബനാഥയാക്കിയത്? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ഈ അഭിഷേകത്തിൻ്റെ അർത്ഥം? എൻ്റെ ജീവിതത്തിലെ ഈ അഭിഷേകത്തിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പോകേണ്ടത് ആദ്യത്തെ പെന്തക്കോസ്ത് അനുഭവത്തിലാണ്. ആദ്യത്തെ പെന്തക്കോസ്ത് അനുഭവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പെന്തക്കോസ്ത് അനുഭവമാണ് കത്തോലിക്ക സഭയിൽ ഉള്ളതെങ്കിലും ഇന്ന് നാം അനുഭവിക്കുകയാണ് അതേ പെന്തക്കോസ്തയുടെ ആ അനുഭവങ്ങൾ ശക്തി ഇന്നും 2000 വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ പെന്തക്കോസ്തയുടെ ശക്തി ഇന്നും സഭയിലെ ഓരോ അംഗങ്ങളെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പത്രോസും സ്ലീഹന്മാരും
പെന്തക്കോസ്താ ശാലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീനാളത്തിൻ്റെ രൂപത്തിൽ, തീനാവിൻ്റെ രൂപത്തിൽ സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വരികയും അവരെ അഭിഷേകമുള്ളവരാക്കുകയും ചെയ്തു. ഈ അഭിഷേകത്തിൻ്റെ പ്രത്യേകത, ഇത് ലഭിച്ചു കഴിയുമ്പോൾ പിന്നീട് പഴയതുപോലെ അല്ല അവരുടെ ജീവിതം. ഭയപ്പെട്ടിരുന്ന പത്രോസിനെ അല്ല പെന്തക്കോസ്തായ്ക്ക് ശേഷം നാം കാണുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചപ്പോൾ ശക്തിയുള്ള ധീരനായ ഒരു ക്രിസ്തു ശിഷ്യനെയാണ് നാം കണ്ടുമുട്ടുന്നത്. തനിക്ക് ലഭിച്ച അഭിഷേകം എന്തിനാണെന്നുള്ള വലിയ ബോധ്യത്തോടെയാണ് പിന്നീട് പത്രോസിൻ്റെ ജീവിതം. പത്രോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകും, രണ്ട് കാര്യങ്ങളാണ് പിന്നെ പത്രോസിൻ്റെ ജീവിതത്തിലുള്ളത്. ഒന്ന്, തൻ്റെ ജീവിതം കൊണ്ട് പ്രധാനമായിട്ട് സുവിശേഷം പ്രഘോഷിക്കുക. രണ്ട്, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അഭിഷേകത്തിലേക്ക് കടന്നു വരുവാനുള്ള ശക്തി നമുക്കറിയാം. പരിശുദ്ധാത്മാവ് വളരെ നാടകീയമായ രീതിയിൽ അവരുടെ മേൽ ഇറങ്ങി വരികയും, അപ്പോസ്തല പ്രവർത്തനം 2:17 നാം കണ്ടുമുട്ടുകയാണ്, തീനാവുകളുടെ രൂപത്തിലാണ് അവരുടെ മേൽ ഇറങ്ങി വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ, അവരെ കത്തിച്ച് അവരെ ഉരുക്കി, സ്വർണം തീയിലിട്ടുരുക്കി തിളക്കമുള്ളതാക്കിയതുപോലെ, തങ്കം തീയിലിട്ടുരുക്കി തിളക്കമുള്ളതാക്കിയതുപോലെ പത്രോസിനെയും സ്ലീഹന്മാരെയും തിളക്കമുള്ളവരാക്കിയാണ്. ഇതിനെയാണ് ആധ്യാത്മിക ഭാഷയിൽ പറഞ്ഞാൽ അഭിഷേകമുള്ളവരാക്കുന്നത്. പത്രോസിന് ലഭിച്ച അഭിഷേകം പത്രോസിൽ തന്നെ നിലനിൽക്കുന്നില്ല. അത് പത്രോസിൻ്റെ വചനപ്രഘോഷണം കേൾക്കുന്നവരിലേക്ക് കൂടി പരക്കുകയാണ്. പത്രോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ആ പ്രസംഗം കേട്ടവർ ചോദിക്കുന്ന ചോദ്യമാണ്, അഭിഷേകം ലഭിക്കാൻ, നിന്നെപ്പോലെ വിശ്വാസമുണ്ടാകാൻ, നിന്നെപ്പോലെ തീഷ്ണതയുണ്ടാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതിനുള്ള ഉത്തരം പത്രോസ് കൊടുക്കുന്ന നമുക്കറിയാം. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കാൻ നിങ്ങൾ പശ്ചാത്താപിക്കണം, പാപമോചനം പ്രാപിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വരികയും ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ, ദൈവാത്മാവിൻ്റെ വരങ്ങളാണ് ഒരു മനുഷ്യനെ അഭിഷേകമുള്ളതാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവുമാണ് ഒരാളെ അഭിഷേകമുള്ളതാക്കി മാറ്റുന്നത്. പഴയ നിയമത്തിൽ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യേശയ്യ എന്ന ബാലനായ വ്യക്തിക്ക് എങ്ങനെയാണ് അഭിഷേകം കിട്ടുന്നതെന്ന് നമുക്ക് ധ്യാനിക്കാം. യേശയ്യ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ്: ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അതായത് യേശയ്യ പ്രവാചകന് ഒരു ദർശനമുണ്ടാകുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വലിയ ഒരു ദർശനം യേശയ്യ പ്രവാചകന് ലഭിക്കുകയാണ്. യേശയ്യ പ്രവാചകൻ ആ ദർശനങ്ങളെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. ആ സെറാഫുകളുടെ പ്രത്യേകത വിവരിക്കുകയാണ്. അവയ്ക്ക് 6 ചിറകുകൾ ഉണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട്
കണ്ണുകൾ പൊത്തിപ്പിടിക്കുകയും 2 ചിറകുകൾ കൊണ്ട് കാല് മറക്കുകയും 2 ചിറകുകൾ പറക്കാൻ വേണ്ടി ഇങ്ങനെ വിടർന്ന് നിൽക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ പൊത്തുന്നത് എന്തിനാണ്? പഴയ നിയമ ദൈവശാസ്ത്രത്തില് പരിശുദ്ധനായ ദൈവത്തെ തൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് പാപിയായ മനുഷ്യന് കാണുവാൻ സാധിക്കില്ല എന്നത് പഴയ നിയമശാസ്ത്രമാണ്. ആയതിനാൽ ഈ ദർശനമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ജീവിച്ചിരിക്കുക അസാധ്യമാണ്. അപ്പം അതുകൊണ്ട് സെറാഫുകൾ 2 ചിറകുകൾ കൊണ്ട് തങ്ങളുടെ കണ്ണുകൾ മൂടുകയും 2 ചിറകുകൾ തങ്ങളുടെ പാദങ്ങളുടെ മുൻപിൽ കൊണ്ടുവരികയും, അതായത് ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെട്ട് തുറവിയോടെ നിഷ്കളങ്കതയോടെ നിൽക്കുന്നതിൻ്റെ പ്രതീകമാണ്. മറ്റ് 2 ചിറകുകൾ പറക്കത്തക്ക രീതിയിൽ പുറത്തിങ്ങനെ പുറകുവശത്തിങ്ങനെ വിടർന്നു നിൽക്കുകയാണ്. അതായത് തീഷ്ണതയാൽ കത്തി ജ്വലിച്ചു കഴിയുമ്പോൾ ദൈവം നൽകുന്ന ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് സെറാഫുകളുടെ 2 ചിറകുകൾ പിറകുവശത്തിങ്ങനെ പറക്കാൻ പാകത്തിൽ വിടർന്നു നിൽക്കുന്നത്. ഈ സെറാഫുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? പരിശുദ്ധൻ 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 എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ജെറമ്യ തൻ്റെ ആ അവസ്ഥ ഉടനെ പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് ദുരിതം, എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു. എന്തെന്നാൽ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ ജീവിക്കുന്നവനുമാണ്. ചുരുക്കി പറഞ്ഞാൽ പാപഭംഗിലമായ ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെയാണ് പരമപരിശുദ്ധനായ ദൈവത്തെ എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്? അപ്പോൾ എൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, എൻ്റെ മേലുള്ള കുറവുകൾ, അത് ശാപത്തിൻ്റെതാകാം, അത് പാപത്തിൻ്റെതാകാം, അത് മരണത്തിൻ്റെതാകാം. അപ്പോൾ ദൈവവും ഞാനും തമ്മിൽ അഭിഷേകം പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ബന്ധനങ്ങൾ, ഏശയ്യാ പ്രവാചകന്റെ ബന്ധനങ്ങൾ ദൈവം എടുത്തു മാറ്റുന്നത് സെറാഫുകളിലൊന്ന് വേഗം തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീക്കനല്, തീക്കട്ട ഒരു കുടില് കൊണ്ട്, അതായത് ഒരു സ്പൂൺ കൊണ്ട് അത് കോരിയെടുക്കുകയും അതുകൊണ്ടുവന്ന് ഏശയ്യായുടെ നാവിനെ സ്പർശിക്കുകയും ചെയ്തു. എന്നിട്ട് അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. ഈ തീക്കട്ട കൊണ്ടുവന്ന്, ഈ തീക്കനൽ കൊണ്ടുവന്ന് ഈ സെറാഫുകളിലൊന്ന് പറന്ന് വന്ന് ഏശയ്യാ പ്രവാചകന്റെ നാവിൽ സ്പർശിച്ചിട്ട് പറഞ്ഞു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു. അതായത് നിന്റെ തടസ്സങ്ങള്, നിന്റെ ബന്ധനങ്ങള്, നിന്റെ അസ്വസ്ഥതകള്, നിന്റെ അപകർഷതാബോധങ്ങള് നീക്കപ്പെട്ടിരിക്കുന്നു. നിനക്കിന്നി ദൈവവുമായി ബന്ധപ്പെടുന്നതിനും ദൈവത്തിൻ്റെ അഭിഷേകം നിന്റെ മേൽ വരുന്നതിനും ദൈവത്തിൻ്റെ അഭിഷേകം മൂലം നീ ചെയ്യേണ്ട ദൗത്യങ്ങൾ ചെയ്യുന്നതിനും നീ ഇപ്പോൾ ബലം പ്രാപിച്ചിരിക്കുന്നു, നീ ഇപ്പോൾ ശക്തിയുള്ളവനായിരിക്കുന്നു. ഈ വലിയ ഒരു അഭിഷേകം ഏശയ്യാ പ്രാപിച്ചു കഴിഞ്ഞ ഉടനെ ദൈവം ഏശയ്യായുടെ മുൻപിൽ വയ്ക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് അഭിഷേകമുള്ളവൻ, ഉള്ളിൽ തീയുള്ളവൻ, പുതിയ നിയമത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പരിശുദ്ധാത്മാവുള്ളവൻ, പുതിയ നിയമത്തിലെ തീക്കനല് പരിശുദ്ധാത്മാവാണെന്ന് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ തീനാവുകളായിട്ട് സ്ത്രീകന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, അത് പുതിയ നിയമത്തിൽ സഭയിൽ നമുക്ക് ലഭിക്കുന്ന തീക്കട്ട എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്.
ആ തീ നമുക്കിന്ന് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യമുള്ള പരിശുദ്ധ കുർബാനയുടെ അൾത്താരയിൽ നിന്നാണ്. ഓരോ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോഴും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പത്തിൽ നിന്ന് ആ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ അഭിഷേകമെന്ന് പറയുന്നത് ആ പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മളുടെ മേൽ, ഓരോരുത്തരുടെ മേൽ വന്ന് പതിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അധിക ബലമാണ്. ആ ഒരു തീയാണ്. ഇവിടെ യെശയ്യാ പ്രവാചകനോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുകയാണ്: ആരെയാണ് ഞാൻ അയക്കുക? എൻ്റെ പദ്ധതികൾ ഈ ലോകത്ത് സാക്ഷാത്കരിക്കാൻ, ദൈവിക നിയമങ്ങൾ ഈ ലോകത്തിനെ പഠിപ്പിക്കാൻ, ഈ ലോകത്തിലെ നന്മ തിന്മകളെ വിവേചിക്കാൻ ഞാൻ ആരെയാണ് അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോകുക? പ്രിയപ്പെട്ടവരെ, അഭിഷേകം പ്രാപിച്ച യെശയ്യാ പ്രവാചകന് രണ്ടിലൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. ഉടനെ തന്നെ ഉത്തരം കൊടുത്തു: ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഇതാ ഞാൻ, എന്നെ അയച്ചാലും. പ്രിയപ്പെട്ടവരെ, ഈയൊരു അഭിഷേകമാണ് കത്തോലിക്ക സഭയിലെ ഓരോ അംഗങ്ങൾക്കും പെന്തക്കോസ്തയിലൂടെ ലഭിച്ചത്. അതുകൊണ്ടാണ് പോൾ ആറാമൻ പാപ്പ പറഞ്ഞത്, പെന്തക്കോസ്ത അനുഭവം അത് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിലെ പത്രോസിൻ്റെയും ശ്ലീഹന്മാരുടെയും അനുഭവത്തിലൂടെ തീർന്നിട്ടില്ല. പോൾ ആറാമൻ പാപ്പ ആ പെന്തക്കോസ്തയെ വിളിച്ചത് പെർപെച്വൽ പെന്തക്കോസ്ത എന്നാണ്. അതായത് ശ്ലീഹന്മാർക്ക് ലഭിച്ച അതേ അഭിഷേകം കത്തോലിക്ക സഭയിലെ ശുശ്രൂഷകളിലൂടെ, കൂട്ടായ പ്രാർത്ഥനകളിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, കുമ്പസാരത്തിലൂടെ, കൂദാശകളിലൂടെ ആ പെർപെച്വൽ പെന്തക്കോസ്ത എന്നും നിലനിൽക്കുന്ന പെന്തക്കോസ്തയുടെ ശക്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ ഒരു അഭിഷേകത്തിന് വേണ്ടി നാം ദാഹിക്കണം. എന്നിട്ട് ഓരോ ദിവസവും നാം ചിന്തിക്കണം, ദൈവം എന്തിന് എനിക്ക് മാമോദീസ നൽകി? പരിശുദ്ധാത്മാവിനാലും ജലത്താലും എന്തിന് എന്നെ സ്നാനപ്പെടുത്തി? ഈ പുതിയ അഭിഷേകം എനിക്ക് എന്തിനു വേണ്ടിയാണ്? പത്രോസിനും യെശയ്യാ പ്രവാചകനുമെല്ലാം മനസ്സിലായി, ഞങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2-ാം വത്തിക്കാൻ സുനകദോസിന് ശേഷം അൽമായരുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഒരു പുതിയ ചൈതന്യവും, ഒരു പുതിയ ദൈവശാസ്ത്രവും, ഒരു പുതിയ ആധ്യാത്മികതയും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അഭിഷേകമുള്ള അപ്പൻ, അഭിഷേകമുള്ള കുടുംബനാഥൻ, അഭിഷേകമുള്ള അധ്യാപകൻ, അഭിഷേകമുള്ള ഡോക്ടർ, അഭിഷേകമുള്ള മരപ്പണിക്കാരൻ, അഭിഷേകമുള്ള കൽപ്പണിക്കാരൻ. അതായത് തങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കുവാനും കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനുമുള്ള വലിയ അഭിഷേകമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യമാണ് പെന്തക്കോസ്തയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ താൻ എന്തുകൊണ്ട് വചനം പ്രഘോഷിക്കുന്നുവെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. താൻ എന്തിന് ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കുന്നു? അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിച്ചു കേൾക്കുന്നുണ്ട്, യേശു കർത്താവാണെന്ന് ഓരോ സിനഗോഗുകളിൽ വെച്ച്
പൗലോസ് ലീഗ വളരെ ശക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇത് കേട്ടവർ പരസ്പരം ചോദിച്ചു, ഈ നാമം, അതായത് ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ പീഡിപ്പിച്ച ആളല്ലേ ഇയാൾ? അതിനുള്ള ഉത്തരം വിശുദ്ധ പൗലോസ് ലീഗ തന്നെയാണ് നൽകുന്നത്. ആ ഉത്തരം കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് സാവൂളിനെ പരിശുദ്ധാത്മാവ് പൗലോസാക്കി മാറ്റിയത്. അപ്പോസ്തല പ്രവർത്തനം 22-ാം അധ്യായം 17 മുതലുള്ള വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ ജെറുസലേമിൽ തിരിച്ചു വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ദിവ്യ അനുഭൂതി ലഭിച്ചു, എനിക്കൊരു അഭിഷേകം ലഭിച്ചു. ഞാൻ ജെറുസലേമിൽ വന്ന് ദേവാലയത്തിൽ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പൗലോസ് ലീഗ പറയുകയാണ്, തനിക്കൊരു ദിവ്യ അനുഭൂതി ലഭിച്ചു. ഈ ദിവ്യ അനുഭൂതിയുടെ ശക്തിയാൽ എല്ലാ മനുഷ്യരുടെ മുമ്പാകെ, പ്രത്യേകിച്ച് വിജാതിയരുടെ മുമ്പാകെ കർത്താവിന് സാക്ഷിയായി തീർന്നു വിശുദ്ധ പൗലോസ്. വചനം വിശുദ്ധ പൗലോസിനെ ബലപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് അപ്പോസ്തല പ്രവർത്തനം 22-21 വായിക്കുന്നുണ്ട്, നീ പോവുക, അങ്ങ് ദൂരെ വിജാതിയരുടെ അടുക്കലേക്ക് നിന്നെ ഞാൻ അയക്കും. അതായത് ക്രിസ്തുവിനെ അറിയാത്തവരുടെ അടുത്തേക്ക് സാവൂൾ എന്ന ആ വ്യക്തിയെ പൗലോസാക്കി മാറ്റി. ദൈവാത്മാവ് പൗലോസിനെ പ്രേരിപ്പിക്കുന്നത് ക്രിസ്തുവിനെ അറിയാത്തവരുടെ മുൻപിൽ ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കാനാണ്. അതായത് പ്രിയപ്പെട്ടവരെ, പൗലോസിൻ്റെ അയോഗ്യതകളും പൗലോസിൻ്റെ പാപങ്ങളും കർത്താവിനോട് ഏറ്റുപറഞ്ഞപ്പോൾ, സാവൂള് ക്രിസ്തു നാമം പറഞ്ഞിരുന്നവരെ പീഡിപ്പിച്ചിരുന്നപ്പോൾ, അവൻ്റെ ആ തീഷ്ണത കണ്ട് ഡമാസ്കസിലെ അനുഭവത്തിലൂടെ കർത്താവ് പൗലോസിനെ തിരഞ്ഞെടുക്കുകയും പൗലോസിന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ, പൗലോസിൻ്റെ ജീവിതത്തിൽ ഇരുളടഞ്ഞപ്പോൾ, ഡമാസ്കത്തിലെ അനുഭവത്തിന് ശേഷം 3-ാം ദിവസം അനന്യാസ് എന്ന ദൈവപുരുഷൻ പൗലോസിൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പൗലോസിന് ഉണ്ടായിരുന്ന ബലഹീനതകളും കുറവുകളും പാപങ്ങളും ഇരുളും ഇരുട്ടും കാഴ്ചയില്ലാത്ത അവസ്ഥകളും ചെതമ്പല് പോലെ അദ്ദേഹത്തിൽ നിന്നും വിട്ടുമാറുകയും പുതിയൊരു അഭിഷേകം അദ്ദേഹത്തിന് ലഭിക്കുകയും ഈ അഭിഷേകത്താൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ശക്തമായിട്ട് പ്രഘോഷിക്കുകയും ചെയ്യാനുള്ള വലിയ ദൈവവിളി തനിക്ക് ലഭിച്ചുവെന്ന ബോധ്യത്തോടെയാണ് വിജാതിയരുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന പൗലോസ് തൻ്റെ ശിഷ്ട ജീവിതം ജീവിച്ചു തീർത്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു ദിവ്യ അനുഭൂതിയാണ്. ഈ ദിവ്യ അനുഭൂതിയാണ് അഭിഷേകമെന്ന് ഞാൻ വിളിച്ചത്. നമ്മുടെ വിശ്വാസത്തിന് അർത്ഥം നൽകുന്നത് ഈ അഭിഷേകമാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് ഈ അഭിഷേകമാണ്. പത്രോസിനും സ്ലീഹന്മാർക്കും പെന്തക്കോസ്ത ദിവസം ലഭിച്ച അതേ അഭിഷേകം തന്നെയാണ് നമ്മൾ ഓരോ ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ കൂദാശകളിൽ പങ്കുകാരാകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്, നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അഭിഷേകമുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. തീഷ്ണതയുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. അപ്പോൾ തീഷ്ണതയുള്ള, അഭിഷേകമുള്ള, ബലമുള്ള ക്രിസ്ത്യാനികളായി നമുക്ക് ജീവിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു പുതിയ അഭിഷേകം തരണമേ. പെന്തക്കോസ്തയുടെ പുതിയ ഒരു അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. കർത്താവേ, മന്ദോഷ്ണതയുള്ള ക്രിസ്ത്യാനികളാകാൻ അനുവദിക്കല്ലേ.
തീഷ്ണതയുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന തടസ്സങ്ങളും, ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന നിരാശയും, ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന ബന്ധനങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ വിട്ടുപോകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.